Hello designers, welcome back to uxuimania. നമുക്കറിയാം ഏതൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴും കൃത്യമായിട്ട് കാര്യങ്ങളെ ഓർഗനൈസ് ചെയ്ത് വളരെ ചിട്ടയോടുകൂടി ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് എപ്പോഴും വളരെ സൂപ്പറായിരിക്കും. അപ്പോൾ നമ്മുടെ ഡിസൈൻ ഫീൽഡിലും അതുപോലെ തന്നെയാണ്. നമ്മളൊരു ഡിസൈൻ ടൂളിൽ അത് ഏത് ടൂളായിരുന്നാൽ തന്നെയും നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോഴും നമ്മൾ ചെയ്യുന്ന ഓരോ ഫയലുകളും കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്ത് നമ്മൾ വേണം ഒരു പ്രൊഫഷണലായിട്ടൊരു ഡിസൈൻ ഫയലിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ നമുക്കറിയാം പണ്ടൊക്കെ ഫോട്ടോഷോപ്പിലൊക്കെ ഡിസൈൻ ചെയ്യുന്ന കാലത്ത് കൃത്യമായിട്ട് തന്നെ ഓരോ ലെയറുകൾക്ക് പേര് കൊടുക്കുക, അതുപോലെ തന്നെ കൃത്യമായിട്ട് ലെയറുകളെ ഗ്രൂപ്പ് ചെയ്യുക, ആ ഗ്രൂപ്പിനൊരു നെയിം കൊടുക്കുക, പല ഗ്രൂപ്പുകളെ ഡിഫറെൻറ്റ് കളറുകൾ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുക, അങ്ങനെ പ്രൊഫഷണലായിട്ടുള്ള ഒരു സമീപനം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫിഗ്മയിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡിസൈൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫിഗ്മ ചെയ്യുമ്പോഴും വളരെ കൃത്യമായ രീതിയിൽ ഫയലിനെ ഓർഗനൈസ് ചെയ്ത് ശീലിക്കുന്നത് വളരെ പ്രൊഫഷണലായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. ഓക്കെ, അതായത് ഒരു ഫിഗ്മ ഫയലിൽ നമ്മൾ വരുമ്പോൾ ഒരു പുതിയ പ്രോജക്റ്റ് നമുക്ക് കിട്ടുമ്പോൾ സാധാരണഗതിയിൽ ഒരുപാട് ആൾക്കാർ കണ്ടുവരുന്ന ടെൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഓരോരോ ഫ്രെയിമുകളിട്ട് അല്ലെങ്കിൽ ഓരോരോ ഗ്രൂപ്പുകളിട്ട് നമ്മൾ ജസ്റ്റ് അങ്ങ് ഡിസൈൻ ചെയ്തു പോകുന്നതിൽ മാത്രമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലുക്കിൽ മാത്രമാണ് കൂടുതലായിട്ട് ശ്രദ്ധിച്ചു വരുന്നത്. അതിൻ്റെ ഒരു ഫയലിൻ്റെ ഓർഗനൈസിങ് മെത്തേഡ് പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളൊരു ഫിഗ്മ ഫയൽ നമ്മളൊരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ, പല വലിയ പ്രോജക്റ്റുകളും ചെയ്യുമ്പോൾ ആ ഒരു ഫയൽ എന്ന് പറയുന്നത്, അല്ല ഫിഗ്മ ഫയൽ എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മുടെ ഡിസൈൻ മാനേജേഴ്സിന്, അല്ലെങ്കിൽ അതിൻ്റെ ഡെവലപ്പേഴ്സിന്, അല്ലെങ്കിൽ അതിൻ്റെ QA ആൾക്കാർക്ക്, അങ്ങനെ ഒരുപാട് പേര് അതിലേക്ക് ആക്സസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഒരുപാട് ഡിസൈനേഴ്സിന് അതിലേക്ക് ആഡ് ചെയ്യേണ്ടി വരും. അപ്പോഴൊക്കെ തന്നെ ഈ ഒരു ഫയൽ അവർ കണ്ടു കഴിഞ്ഞാൽ, ഒരു പുതിയൊരാൾ കണ്ടു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ കഴിയണം, ഓരോന്നും എന്താണ് ചെയ്തേക്കെന്ന് അറിയാൻ കഴിയണം. അങ്ങനെ കൃത്യമായി ഫയലുകളും കാര്യങ്ങളും ഒക്കെ ചിട്ടയോടുകൂടി അടുക്കി വെക്കുന്ന ഒരു ഓർഗനൈസിങ് മെത്തേഡാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഫിഗ്മയിൽ വന്നതിന് ശേഷം നിങ്ങൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ടോപ്പ് സൈഡിലുള്ള ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ ടോപ്പിലുള്ള നാവിഗേഷൻ ഏരിയ എന്ന് പറയുന്നത് കൃത്യമായിട്ട് നിങ്ങൾ ഓരോ സെക്ഷനും ചെയ്ത് കഴിയുമ്പം അതിനെ കൃത്യമായിട്ട് നമ്മൾ ഓരോ സെക്ഷൻസായിട്ട് ഫ്രെയിമായിട്ടോ ഗ്രൂപ്പായിട്ടോ ഒക്കെ കൃത്യമായി തിരിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ അതിലൊരു ചെറിയ ഒരു എലമെൻറ്റ് ഇട്ടാൽ പോലും, ഒരു ചെറിയൊരു ബോക്സ് വരച്ചാൽ പോലും അതെന്താണെന്നുള്ളത് റീനെയിം ചെയ്തിരിക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഹാബിറ്റ് നമ്മുടെ ഡിസൈൻ ക്വാളിറ്റി വർദ്ധിപ്പിക്കും, നമ്മുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കും, അതിലുപരി നമ്മുടെ പ്രൊഫഷണലിസം വളരെയേറെ നല്ല രീതിയിലാക്കി തരും. ഓക്കെ, അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് വളരെ ഈസി ആയിട്ട് അല്ലെങ്കിൽ എളുപ്പത്തിൽ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫിഗ്മയുടെ കമ്മ്യൂണിറ്റി ടാബിലേക്ക് ഒന്ന് പോകാം. നമ്മുടെ ഡിസൈനിൽ അറിയാം, ഫിഗ്മയിൽ വന്നതിന് ശേഷം കമ്മ്യൂണിറ്റി ടാബിലേക്ക് പോയി കഴിഞ്ഞതിന് ശേഷം ഇവിടെയായിട്ട് നമുക്ക് ജസ്റ്റ് ഒരു പ്രോജക്റ്റ് ഓർഗനൈസർ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യാം. കാര്യം ഒരുപാട് ആൾക്കാർ ഇത്തരത്തിലുള്ള ഫയലുകൾ ചെയ്തിട്ടുണ്ട്. അതിലേതെങ്കിലും കമ്മ്യൂണിറ്റി ടാബിൽ പോയിട്ട് നമുക്കൊരു ഫയലിനെ തൽക്കാലത്തേക്ക് ഒരു ഡമ്മി ആയിട്ട് എടുക്കാം. കാരണം അതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ ആദ്യമേ കണ്ട ഒരു ഫയൽ ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം ഓപ്പൺ ഇൻ ഫിഗ്മ കൊടുത്തുകൊണ്ട് ആ ഒരു ഫയലിൽ നമുക്ക് ഫിഗ്മയ്ക്കകത്തായിട്ട് ആദ്യം തന്നെ ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഒരു ഫയൽ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ചെന്നാൽ ഒരുപാട് ഫയലുകൾ ഇതുപോലെ കാണും. ഞാൻ ആദ്യമേ കണ്ടവരണം ഓപ്പൺ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ ഒരു പ്രോജക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ സാധാരണഗതിയിൽ ഒരു പ്രോജക്റ്റിൻ്റെ ഒരു ഫിഗ്മ ഫയലിൻ്റെ ഫസ്റ്റ് പേജിൽ തന്നെ നിങ്ങൾക്ക് കാണാം ഒരു കവർ എന്ന് പറയുന്ന ഒരു പേജ്. അതായത് നിങ്ങൾ ചെയ്തിരിക്കുന്ന പ്രോജക്റ്റിൻ്റെ പേര്, അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും പ്രധാനപ്പെട്ട ഒരു സംഭവം, അല്ലെങ്കിൽ ഏതെങ്കിലും അതിൻ്റെ നല്ലൊരു സ്ക്രീൻഷോട്ടോ വെച്ച് ഒരു കവർ എപ്പോഴും കാണാൻ പറ്റും. ആ ഒരു കവർ ചെയ്യാൻ വേണ്ടി ഒരു പേജ് നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ ഒരു പേജ്, ഫസ്റ്റ് പേജിനെ ആയിട്ട് നിങ്ങൾ അതിന് വേണ്ടി സൂക്ഷിക്കുക. അതിന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാം, സാധാരണഗതിയിൽ നമുക്ക് ഒരു 1920x1080 എന്ന് പറയുന്ന പിക്സൽ റേഷ്യോ, റൈറ്റ് സൈഡ് നോക്കിയാൽ അറിയാം, 1920x1080 എന്ന് പറയുന്ന ഒരു സൈസിൽ നിങ്ങളൊരു കവർ സാധാരണഗതിയിൽ നമുക്ക് എവിടെയെങ്കിലും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അപ്ലോഡ് ചെയ്യുകയോ മറ്റു ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം കാണുന്ന പേജ്, അതാണ് അതിൻ്റെ ഒരു കവർ അല്ലെങ്കിൽ ഒരു തമ്പനെയിൽ എന്നൊക്കെ പറയാം. ആ ഫസ്റ്റ് പേജ് നമ്മൾ കവർ എന്നുള്ള ഇതിനു വേണ്ടി മാറ്റിവെക്കുകയാണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ അടുത്തതായിട്ട് ചെയ്യുന്ന ഈ പേജുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഫസ്റ്റ് പേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ പേജ് എന്നുള്ളത് ഓരോന്നിനെയും ഡിവൈഡ് ചെയ്ത് ഓരോ ഏരിയകളെ തിരിക്കുക. അതായത് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ ഒരു പേജ് ഫസ്റ്റിലെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമുക്ക് ഒരു ഡിവൈഡർ ഇട്ടിരിക്കുന്നു. ചില ആൾക്കാർ അത് ഡോട്ടഡ് ലൈൻ വെച്ചിട്ട് ടൈപ്പ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഹൈഫോണോ മറ്റും കൊടുത്ത് ഇതുപോലെ ലൈൻ ഇടാറുണ്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഒരു പേജ് ഇൻ കേസ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ ഡോട്ട്സ് വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള രീതിയിൽ അവിടെ ഒരു അണ്ടർലൈൻ ഇങ്ങനെ ഡോട്ടഡ് കൊടുത്ത് മറ്റും ഒരു പേജിനെ ഡിവൈഡ് ചെയ്യാറുണ്ട്. അത്തരത്തിൽ ഒരു സെപ്പറേറ്റർ കൊടുത്ത് ശീലിക്കുന്നത് എപ്പോഴും വളരെ നല്ല കാര്യമാണ്. അപ്പോൾ ഓരോ ഏരിയകളെയും കൃത്യമായിട്ട് തിരിക്കാൻ പറ്റും. അപ്പം ഫസ്റ്റിലത്തെ കവർ പേജ് കഴിഞ്ഞു, അടുത്തതായിട്ട് നമ്മളൊരു ഡിവൈഡർ ഇട്ടു. അതിനുശേഷം അടുത്തതായിട്ട് കൊടുക്കുന്നു ഡിസൈൻ ബ്രീഫ് എന്ന് പറഞ്ഞൊരു മറ്റൊരു പേജ്. ആ പേജിന് ഡിസൈൻ
ബ്രീഫ് എന്ന് പേരിട്ടു. നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ക്ലയൻറ്റിൽ നിന്നും ബ്രീഫുകൾ കിട്ടിയിട്ടുണ്ടോ ആ കിട്ടിയ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കൊണ്ടിടാനുള്ള ഒരു പേജാണ് ഇതാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു അർത്ഥം. അപ്പോൾ ആ ഉണ്ടാക്കിയ ഡിസൈൻ ബ്രീഫിലേക്ക് നമുക്ക് കിട്ടിയ എല്ലാ ഡീറ്റെയിൽസുകളും നമ്മൾ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുന്നു. അതിനെ കുറച്ച് കൃത്യമായിട്ട് നമുക്കൊരു പ്രൊഫഷണലായ രീതിയിൽ വേണമെങ്കിൽ നല്ല ഒരു കളറൊക്കെ കൊടുത്തുകൊണ്ട് കൃത്യമായിട്ട് നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരം വേണമെങ്കിൽ അതിനെ ഒന്ന് സ്റ്റൈൽ ചെയ്യാം. അപ്പോൾ സ്റ്റൈൽ ചെയ്താലും ഇല്ലെങ്കിലും ഒക്കെ തന്നെ നമ്മുടെ ബ്രീഫ് എന്തൊക്കെ ക്ലയൻറ്റ് ബ്രീഫ് തന്നോ അതെല്ലാം കൊണ്ടിടാനുള്ള സ്ഥലം. ഓക്കെ, അതിനുശേഷമായിട്ട് ലെഫ്റ്റിൽ നോക്കി കാണാം വീക്ക്ലി നോട്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പേജ് അടുത്തതായിട്ട് ക്രിയേറ്റ് ചെയ്തു. ആ പേജിനകത്ത് നമ്മൾ ഓരോ വീക്കിലി എന്താണ് ചെയ്യേണ്ടത്, ഓരോ ആഴ്ചകളിൽ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്തു തുടങ്ങിയ കാര്യങ്ങളെ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു പേജായിട്ട് അതിനെ കണക്കാക്കി. അതിനുശേഷം നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനൊരു ഡോട്ടഡ് ലൈൻ കൊടുത്തുകൊണ്ട് ഒരു ഡിവൈഡറായിട്ട് മാറ്റുന്നു. അതിനുശേഷം എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള അടുത്ത റിസർച്ചിങ് സൈഡാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നതെങ്കിൽ അതിൻ്റെ ഒരു റിസർച്ച് എന്ന് പറഞ്ഞൊരു പേജായിരിക്കണം അടുത്തതായിട്ട് ഉണ്ടാക്കേണ്ടത്. ആ ഒരു റിസർച്ചിങ് പേജ് നിങ്ങൾ ഈ കാണുന്ന പോലെ റിസർച്ച് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നു. അതിനകത്ത് ആ പേജിലായിരിക്കണം നമ്മൾ റിസർച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടങ്ങുന്നത്. പക്ഷേ റിസർച്ചിങ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. അതിനകത്ത് കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ അകത്ത് വരുന്ന കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് അടുത്ത പേജ് ക്രിയേറ്റ് ചെയ്തു. അവർ പേജ് ക്രിയേറ്റ് ചെയ്യുക മാത്രമല്ല ചെയ്തത്, ഈ പേജുകളുടെ എല്ലാം പേരും ഐക്കൺസും കുറച്ച് മാറി നിൽക്കുന്നതായിട്ട് കാണാം. അതായത് റിസർച്ച് എന്ന് പറയുന്ന സെക്ഷനിലെ മറ്റുള്ള ഏരിയകൾ ഇങ്ങോട്ട് മാറി നിൽക്കുന്നു. അതിനുവേണ്ടി പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് സ്പേസ് കൊടുത്തതിന് ശേഷം നിങ്ങളിവിടെ കാണാം, നമുക്കിവിടെ സ്പേസ് ഇങ്ങനെ കൊടുക്കാൻ പറ്റും. അതുപോലെ സ്പേസ് കൊടുത്തുകൊണ്ട് കുറച്ച് സ്പേസ് ഔട്ട് ചെയ്തതിന് ശേഷമായിരിക്കും അതിൻ്റെ ആ ഒരു പേര് കൊടുക്കുന്നത്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഓരോ പേജിനും കൃത്യമായിട്ടൊരു ഐക്കൺ റെപ്രസെൻറ്റേഷൻ കൂടെ കൊടുക്കുന്നത് ഫയലിനെ കാണുമ്പോൾ തന്നെ പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഒരു ഐക്കൺ എങ്ങനെ കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മളിപ്പോൾ ഒരു മാക്കൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അറിയാം, അതിൻ്റെ ഒരു കൺട്രോൾ കമാൻഡ് സ്പേസ് ബാർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തന്നെ ഒരു ഐക്കൺ എടുക്കാനുള്ള ഒരു ഇമോജി എടുക്കാനുള്ള ഒരു സെക്ഷൻ വരാറുണ്ട്. പക്ഷേ വിൻഡോസിൽ അത് വരാറില്ല. അപ്പോൾ സാധാരണഗതിയിൽ പുറത്തുനിന്ന് എവിടുന്നെങ്കിലുമാണ് ഞാൻ ഇമോജിയൊക്കെ സാധാരണഗതിയിൽ കൊണ്ടുവയ്ക്കാറ്. അതിന് സാധാരണഗതിയിൽ ഞാൻ ഉപയോഗിക്കുന്ന ഒരു വെബ്സൈറ്റാണ് ഇമോജി കോമ്പോസ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ഇമോജി വേണോ അതൊന്ന് സെർച്ച് ചെയ്യും. ഇപ്പോൾ ഞാനിവിടെ ഫേസ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് ടെക്സ്റ്റ് ഇവിടെ ഇമോജീസ് ഇവിടെ ലോഡ് ചെയ്യും. അങ്ങനെ ഏതൊരു വിഷയത്തെക്കുറിച്ച് വേണമെങ്കിലും ലോഡ് ചെയ്യാം. അതിലിപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കോപ്പി ആകുന്നു. അതിനുശേഷം നമ്മുടെ ഈ ഫിഗ്മ ഫയലിൽ വന്നിട്ട് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ടെക്സ്റ്റ് ഇവിടെ ആയിട്ട് നമ്മുടെ ടെക്സ്റ്റ് ഫോർമാറ്റിൽ തന്നെ നമുക്ക് ഐക്കൺ കളർഫുൾ ആയിട്ടുള്ള ഐക്കണായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ആ ഒരു ടെക്സ്റ്റ് ആയിട്ട് തന്നെ കോപ്പി ചെയ്യാൻ നമുക്ക് കഴിയുകയും ചെയ്യും. ആ ഒരു പേജിന് നമ്മൾ പേര് കൊടുക്കുന്ന സമയത്ത് അതിൽ നിന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം എവിടെയാണോ വേണ്ടുന്നത് ആ വേണ്ടുന്ന സ്പേസിലായിട്ട് കൊണ്ടുവന്ന് നിങ്ങൾക്ക് Ctrl V അടിച്ചാൽ ആ ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു ഇമോജി തന്നെ അവിടെ കിട്ടും. അപ്പോൾ ആ ഒരു ഇമോജി നിങ്ങളുടെ വിൻഡോസിൽ കിട്ടാത്തവരുണ്ടെങ്കിൽ നിങ്ങളെ സഹായിക്കുന്ന ഒരു വെബ്സൈറ്റാണ് ഈ പറഞ്ഞ emojicombos.com എന്ന് പറയുന്ന വെബ്സൈറ്റ്. ഓക്കെ, അവിടെ പോവുക, കോപ്പി ചെയ്യുക, ഇതിലേക്ക് കൊണ്ടുവരിക, പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഐക്കൺ, ഈ ഒരു ഇമോജി യൂസ് ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അത് പുറത്തുനിന്ന് കാണുന്നവർക്ക് ആ ഫയൽ കാണുമ്പോൾ കുറച്ചും കൂടെ അതിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതുപോലെ പ്രധാനപ്പെട്ട ഒരു ഏരിയയ്ക്ക് ഹെഡിങ് പോലൊരു പ്രത്യേക ഏരിയ കൊടുത്തു. അതിനുശേഷം അടുത്ത സബ് ഏരിയകൾക്ക് കുറച്ച് സ്പേസ് ഇട്ടതിന് ശേഷം നെയിം കൊടുത്തു. അങ്ങനെ അതിനകത്ത് വരുന്ന കാര്യങ്ങളെ കൃത്യമായിട്ട് അടുത്തടുത്ത പേജുകളായിട്ട് ഉണ്ടാക്കി. അപ്പോൾ ആ പേജുകളിൽ കൃത്യമായിട്ടുള്ള ഡാറ്റാസുകൾ റൈറ്റ് സൈഡിലായിട്ട് ഇടുന്നു. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഈ റിസർച്ച് എന്നുള്ള ഒരു ഏരിയയിൽ യൂസർ റിസർച്ച്, കോമ്പറ്റീറ്റീവ് അനാലിസിസ് അല്ലെങ്കിൽ പേഴ്സണ ഇതുപോലുള്ള ഇതൊരു UX ചെയ്യുന്ന കുറച്ച് ആൾക്കാർ, കുറച്ച് UXും UIയും ചെയ്യുന്ന ഒരാൾക്കാരുടെ ഒരു പേജാണെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്താം. അതല്ല ഒരു ഇന്റർഫേസ് UI മാത്രം ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇത്തരത്തിൽ റിസർച്ചിങ് പേജ് ഒന്നും വേണ്ട, മറിച്ച് നേരിട്ട് തന്നെ UI ഡിസൈൻ എന്ന് പറഞ്ഞ ഒരു പേജിലേക്ക് പോകാം. അപ്പോൾ UXും കൂടെ ചെയ്യുന്നതുകൊണ്ട് ആ ഒരു സെക്ഷൻ ഇട്ടു, ഒരു ഡിവൈഡർ കൊടുത്തു, അതായത് ഒരു പേജ് ഉണ്ടാക്കി, അതിന് ഡിവൈഡർ നമ്മൾ നേരത്തെ പറഞ്ഞ കൊടുത്തു. അതിനുശേഷം UI ഡിസൈൻ എന്ന് പറഞ്ഞാൽ അടുത്ത പേജ് ഉണ്ടാക്കി. അതിനകത്ത് നമ്മൾ വന്നിട്ട് അടുത്ത പേജ് ഉണ്ടാക്കിയതിന് ശേഷം കുറച്ച് സ്പേസ് ഇങ്ങനെ കൊടുത്തതിന് ശേഷം ഈ സ്റ്റൈൽ ഗൈഡ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കളറിൻ്റെ കുറച്ച് കാര്യങ്ങൾ, അതിൻ്റെ ഒരു ഐക്കൺ ടെക്സ്റ്റ് കൊടുത്തു. അപ്പോൾ അതിൽ സാധാരണഗതിയിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റിൻ്റെ സ്റ്റൈൽ ഗൈഡ്, അതിൻ്റെ ബ്രാൻഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ UX റൈറ്റിംഗ്, എഴുത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ ഇൻഫർമേഷൻ ആർക്കിടെക്ചേഴ്സ് എന്തായിരിക്കണം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഡിസൈനുമായി ബന്ധപ്പെട്ടത് അടുത്ത സെക്ഷനായിട്ട് കൊടുത്തു. അങ്ങനെ അതിനുള്ള ഓരോ കാര്യങ്ങളും പ്രത്യേകം പേജ് കൊടുത്തു. അതുപോലെ തന്നെ ലോക്കൽ കോമ്പണൻസ് എന്ന് പറഞ്ഞിട്ട് കോമ്പണൻസ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പേജ് ഉണ്ടാക്കി. സാധാരണഗതിയിൽ നല്ലൊരു ശതമാനം ഡിസൈനേഴ്സും കണ്ടുവരുന്നൊരു ടെൻഡൻസി എന്ന് പറയുന്നത് അവർ ചെയ്യുന്ന ഡിസൈൻ പേജിൻ്റെ തന്നെ പുറത്ത് വശത്തായിട്ട് ഇവിടെ മുഴുക്കെ അങ്ങ് ഇമേജുകളും ഐക്കണുകളും കോമ്പണൻസുകളും കൊണ്ടങ്ങ് നിറച്ചിരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഒരു ഫയൽ എടുത്ത് നോക്കുമ്പോൾ ഭയങ്കരമായിട്ടൊരു ഓർഗനൈസ്ഡ് അല്ലാത്തതായിട്ട് ഫീൽ ചെയ്യും. ഒരു ഫിഗ്മ ഫയൽ ഓപ്പൺ ചെയ്യുന്നവർക്ക് ഭയങ്കര ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ പുറത്ത് മുഴുക്കെ കോമ്പണൻസുകൾ വാരി ഇങ്ങനെ ഇട്ടിരിക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. അത് ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. മറിച്ച് ഒരു കോമ്പണൻസ് എന്ന് പറയുന്ന ഒരു പേജ് തന്നെ ക്രിയേറ്റ് ചെയ്യുക.
അതിനുശേഷം എല്ലാ കോമ്പണൻസുകളും ആ പേജിൽ മാത്രം ഇട്ടിരിക്കുക. അപ്പോൾ ആ ഫയൽ വളരെ നീറ്റായിട്ടും ഡീസൻ്റായിട്ടും ഇരിക്കും. ഓക്കെ, അപ്പോൾ അത് വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം, എടുത്തു പറയേണ്ടുന്ന കാര്യമാണ്. അതിനുശേഷം നിങ്ങൾ ഓരോന്ന് ചെയ്യുന്ന ഫ്ലോ എങ്ങനെയാണ്, ആ ഫ്ലോകൾക്ക് വേണ്ടിയിട്ടൊരു പേജ്, അതിനൊരു ഹെഡിങ്, അതിനുശേഷമുള്ള സബ്ബായിട്ടുള്ള പേജുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞുള്ള സബ്ബായിട്ടുള്ള ഹെഡിങ്, അടുത്തൊരു ഏരിയയ്ക്ക് വേണ്ടി ഡിവൈഡ് ചെയ്യുന്നു. അത് പ്രോട്ടോടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രോട്ടോടൈപ്പിൻ്റെ ഒരു സെക്ഷൻ, ഒരു പേജ്, അതിനുശേഷം അതിനകത്തുള്ള പേജുകൾ, അങ്ങനെ ഓരോന്നിലും കൃത്യമായിട്ട് ഡിവൈഡിങ് ഇട്ട് ഹെഡിങ് സ്റ്റൈൽ കൊടുത്ത് അതിൻ്റെ അടുത്തുള്ള സാധനങ്ങൾക്ക് നമ്മൾ ഒരു സബ് പേജ് പോലെ അടുത്ത പേജിനകത്തായിട്ട് ഒരു സ്പേസ് ഇട്ട് കൊടുത്ത് നമ്മൾ കൃത്യമായിട്ട് അടുക്കുന്നു. അതിനുശേഷം ലാസ്റ്റായിട്ട് ഹാൻഡ് ഓഫ്, അതായത് ഫയൽ നമ്മൾ പ്രോഗ്രാമേഴ്സിനും മറ്റും കൊടുക്കേണ്ട ഫൈനൽ കാര്യങ്ങൾ ഏതൊക്കെയാണ്, അതിൽ ഫൈനൽ വെർഷൻ ഇതാണ് അല്ലെങ്കിൽ വെർഷൻ 2 ആണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം അതിൽ കൊണ്ടിടുന്നു. അങ്ങനെ ചിട്ടയായിട്ട് കാര്യങ്ങളെ കൃത്യമായി അടുക്കി വരുന്നു. ലാസ്റ്റായിട്ട് ഒരു ആർക്കൈവ് എന്ന് പറയുന്നൊരു പേജും കൂടെ ക്രിയേറ്റ് ചെയ്യുന്നു. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസൈൻ ചെയ്തിട്ട് നമുക്കത് പിന്നീടൊരു മാറ്റം വരുത്തുമ്പോൾ ആ ഒരു പഴയ ഡിസൈൻ അതിനോട് അടുത്ത് തന്നെ ആ പേജിലിട്ട് അത് ഭയങ്കര ക്ലട്ടറാക്കാതെ അത്തരത്തിലുള്ള വേണ്ടാത്ത ഡിസൈൻസുകൾ എന്തെങ്കിലും നമ്മളിലുണ്ടെങ്കിൽ അത് കട്ട് ചെയ്യുക, നേരെ കൊണ്ട് ആർക്കൈവ് എന്ന് പറയുന്ന പേജിലിടുക. അതുപോലെ തന്നെ UI ഡിസൈൻ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ഓർത്തിരിക്കുക, ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് മൂഡ് ബോർഡ് ഉണ്ടാക്കണമെങ്കിൽ മൂഡ് ബോർഡ് എന്ന് പറഞ്ഞൊരു പേജ് ഉണ്ടാക്കുക. അതിനകത്ത് വേണം നിങ്ങളുടെ ഡിസൈൻ ഇൻസ്പിറേഷൻസ് കൊണ്ടിടാൻ വേണ്ടി. ഇനി മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ചെയ്യുന്ന പ്രോജക്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഭാവനയിൽ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതെല്ലാം ഇതുപോലെ പേജായിട്ട് കൊടുക്കണം. ഈ കൊടുത്തിരിക്കുന്ന ഒരു എക്സാമ്പിൾ മാത്രമാണ്, ഇതേ പേര് തന്നെ വരാവൂ എന്ന് നിയമമൊന്നുമില്ല. ഇതിൽ കിടക്കുന്നതെല്ലാം ഒരു സ്റ്റൈലിങ്ങിന് വേണ്ടി മാത്രം കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇതുപോലെ നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെയിലുള്ള ഓരോ സെക്ഷൻസുകളെയും പേജായിട്ട് ഇതുപോലെ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ. പേരുകളെല്ലാം ഇതുപോലെ കൊടുക്കണം, ഐക്കണെല്ലാം ഇത് തന്നെ ആയിരിക്കണം എന്ന് നിയമമൊന്നുമില്ല. അത് നമ്മുടെ ഒരു ഭാവന അനുസരിച്ച് മാറ്റാം. അപ്പോൾ അങ്ങനെ എന്ത് കാര്യങ്ങൾ ചെയ്യുന്നെങ്കിലും ഓരോന്നിനും ഓരോ പേജസ് ആയിട്ട് കാണും, കൃത്യമായിട്ട് ചെയ്യാൻ. എങ്കിൽ മാത്രമേ ഇത് മറ്റൊരാൾ ഒരു ഫയൽ നമ്മൾ ഷെയർ ചെയ്യുന്ന സമയത്ത് അയാൾക്ക് എടുത്ത് നോക്കുമ്പോഴും വളരെ കൃത്യമായി മനസ്സിലാവും. അതിലൊക്കെ ഉപരി വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഫിഗ്മ ഫയൽ, നമ്മൾ വർക്ക് ചെയ്തൊരു ഫയൽ മറ്റൊരാൾക്ക് ഷെയർ ചെയ്യുമ്പോഴൊക്കെ തന്നെ വളരെ ക്ലാസി ആയിട്ട് സ്റ്റാൻഡേർഡായിട്ട് ഓർഗനൈസ് ചെയ്തിരിക്കേണ്ടത് ഒരാളുടെ ഒരു സ്റ്റാൻഡേർഡിൻ്റെയും കൂടെ ഭാഗമാണ്, ഒരു പ്രൊഫഷണലിസത്തിൻ്റെയും കൂടെ ഭാഗമാണ്. ഓക്കെ, അപ്പോൾ ഇന്നു മുതൽ നമ്മുടെ UI ഡിസൈനേഴ്സ് എല്ലാം, ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാ ഡിസൈനേഴ്സും ജസ്റ്റ് ഒരു ഫ്രെയിം എടുത്ത് ജസ്റ്റ് കുറേ ബോക്സുകളിട്ട് ജസ്റ്റ് കുറച്ച് കളറുകൾ അടിച്ച് ഡിസൈൻ ചെയ്യുന്നതിൽ മാത്രം ശ്രദ്ധ കൊടുക്കാതെ ഇത്തരത്തിൽ ചെയ്യുന്ന ഓരോ സെക്ഷനുകളും വൃത്തിയായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും കൂടെ ഒന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കുക. അതെല്ലാവർക്കും നല്ല രീതിയിലൊരു പ്രൊഫഷണൽ ടച്ച് വരും. തീർച്ചയായിട്ടും ഈ ഒരു ശീലം എന്ന് വേണമെങ്കിൽ തന്നെ പറയാം, ഇതൊരു നല്ലൊരു ശീലമാണ്. ഓരോ മനുഷ്യൻ്റെ ഓർഗനൈസിംഗ് എന്ന് പറയുന്ന ഒരു പ്രത്യേക നല്ലൊരു ശീലം തന്നെയാണ്. അത്തരത്തിലൊരു ഡിസൈനേഴ്സിനുണ്ടായിരിക്കേണ്ട ഈ ഒരു നല്ല ശീലം എല്ലാ ഡിസൈനേഴ്സിനിടയിലും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് നിങ്ങൾ സ്പ്രെഡ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഡിസൈനേഴ്സിന് ഹെൽപ്ഫുൾ ആവുന്ന മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഗൈസ്.